നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് വൻ പാൻ മസാല വേട്ട. ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 5337 പാക്കറ്റ് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിൽ. കാസർഗോഡ് ചെട്ടുംകുഴി സ്വദേശി എ മുഹമ്മദ് നസീറിനെയാണ് ഹോസ്ദുർഗ് പോലീസ് പിടികൂടിയത്. മംഗളൂരുവിലെ മുൻ ബജ്രംഗ് ദൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകം അന്വേഷണം NIAക്ക് കൈമാറി. സംഭവത്തിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണമുയർന്നതിനിടെയാണ് അന്വേഷണം NIAക്ക് കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയത്. മെയ് 1 മംഗളൂരുവിലെ ബജ്പേയിൽ വെച്ച് ഒരു സംഘം സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധന കാലയളവ്. മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുന്നതെങ്കിലും ഉപജീവന മാർഗമില്ലാത്തതിനാൽ ഈ ദിവസങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സമ്മേളനം ജൂലൈയിൽ കാഞ്ഞങ്ങാട് ചാമുണ്ടിക്കുന്ന് വെച്ച് നടക്കും. സ്വാഗത സംഘം രൂപീകരണ യോഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് രാസലഹരിയുമായി ഒരാൾ പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ ഉപ്പള മണിമുണ്ട സ്വദേശി മുഹമ്മദ് അർഷാദാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. കാസർഗോഡ് പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. കുമ്പള ബന്ദിയോട് സ്വദേശി ജലീലാണ് പിടിയിലായത്. 375 പ്രതിഭകൾക്ക് ആദരവ് നൽകി കാഞ്ഞങ്ങാട് നഗരസഭ. ഇ ചന്ദ്രശേഖരൻ MLA ഉപഹാരങ്ങൾ സമർപ്പണം നടത്തി. നഗരസഭ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. വെളിക്കോട് പുത്തിലോട്ട് ആൾമറയില്ലാത്ത കിണറിൽ കുതിര വീണു. തൃക്കരിപ്പൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് ഒടുവിൽ കുതിരയെ വടം കെട്ടി പുറത്തെത്തിച്ചു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് വൻ പാൻ മസാല വേട്ട. ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 5337 പാക്കറ്റ് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിൽ. കാസർഗോഡ് ചെട്ടുംകുഴി സ്വദേശി എ മുഹമ്മദ് നസീറിനെയാണ് ഹോസ്ദുർഗ് പോലീസ് പിടികൂടിയത്. ഓട്ടോറിക്ഷയിൽ കടത്തിയ 5337 പാക്കറ്റ് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങൾ പിടികൂടി. KL 60B 7485 നമ്പർ ഓട്ടോറിക്ഷ ഓടിച്ച കാസർഗോഡ് ചെട്ടുംകുഴി സ്വദേശി എ മുഹമ്മദ് നസീനെ കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്ത്, സ്ക്വാഡ് അംഗങ്ങളായ PP സുധീഷ്, A ജ്യോതിഷ്, ദിനേഷ്, ജിനീഷ്, KP അജിത്ത് എന്നിവർ ചേർന്നാണ് പിടികൂടിയത്. കാഞ്ഞങ്ങാട് DYSP ബാബു സാറ് നിർദ്ദേശപ്രകാരം ഇവിടെ ഷാഡോ പാർട്ടി ഇന്ന് അതിമാരകമായ മയക്കുമരുന്ന് പാൻപരാഗ് അടങ്ങിയ വസ്തുക്കൾ പിടിച്ചിട്ടുണ്ട്. അത് മാവങ്കാല് സ്കൂളിൻ്റെ പരിസരത്ത് വെച്ചായിരുന്നു പിടിച്ചത്. ഏകദേശം 6000 പാക്കറ്റോളം സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത്. അത് നമ്മൾ പോലീസ് വളരെ ജാഗ്രതയോടെ അന്വേഷിച്ച് നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്നതായിട്ട്. രഹസ്യവിവരത്തെ തുടർന്ന് മാവുങ്കാൽ രാംനഗറിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മംഗളൂരുവിലെ മുൻ ബജ്രംഗ് ദൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകം അന്വേഷണം NIAക്ക് കൈമാറി. സംഭവത്തിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപണമുയർന്നതിനിടെയാണ് അന്വേഷണം NIAക്ക് കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയത്. മെയ് 1 മംഗളൂരുവിലെ ബജ്പേയിൽ വെച്ച് ഒരു സംഘം സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കർണാടകയിലെ മുൻ ബജ്രംഗ് ദൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കി. കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. സംഭവത്തിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ഉയർന്നതിനിടെയാണ് അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയത്. ഇതു സംബന്ധിച്ച ഉത്തരവ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് NIA കൈപ്പറ്റി. കേസിൽ 11 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. പോലീസ് റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ NIAക്ക് കൈമാറിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യും. മെയ് 1 സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ 2 വാഹനങ്ങളിലെത്തിയ സംഘം മംഗളൂരുവിനെ സമീപം ബജ്പേയിൽ കാർ തടഞ്ഞു നിർത്തി സുഹാസിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുഹാസ് സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു. കൊലപാതകത്തെ തുടർന്ന് പ്രദേശത്ത് വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ആസൂത്രിതമായ കൊലപാതകമാണെന്ന് ബജ്രംഗ് ദൾ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ആരോപിച്ചിരുന്നു. 2 കൊലപാതകം ഉൾപ്പെടെ 5 കേസുകളിലെ പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട സുഹാസ് ഷെട്ടി. 2022 23-കാരനായ മുഹമ്മദ് ഫാസിലിനെ കൊലപ്പെടുത്തിയ സംഘത്തിലെ പ്രധാനിയാണ് സുഹാസ് ഷെട്ടി. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധന കാലയളവ്.
മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുന്നതെങ്കിലും ഉപജീവന മാർഗമില്ലാത്തതിനാൽ ഈ ദിവസങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും. തീരദേശ മേഖലയിൽ വറുതി കൂട്ടി 9 അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം തുടങ്ങും. ജൂലൈ 31 വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. കടലിലെ മീൻ ലഭ്യതക്കുറവും പ്രതികൂല കാലാവസ്ഥയും കാരണം 2 മാസത്തോളമായി ജില്ലയിൽ പ്രതിസന്ധിയിലായ മത്സ്യബന്ധന മേഖല ഇതോടെ കൂടുതൽ ദുരിതത്തിലാകും. ഇത്രയും കാലം ബോട്ടുകൾ കടലിൽ പോകുന്നതല്ലാതെ കാര്യമായ മത്സ്യമൊന്നും ലഭിക്കാതെ നിരാശയിലാണ് തൊഴിലാളികൾ മടങ്ങിയിരുന്നത്. ഇതിനിടയിൽ ട്രോളിംഗ് നിരോധനം കൂടിയാകുമ്പോൾ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാകും. ഈ കാലത്ത് സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് അപര്യാപ്തമാണ്. ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജൂൺ 9 ട്രോളിംഗ് നിരോധനമാണ്. ജൂൺ 9 തുടങ്ങിക്കഴിഞ്ഞാൽ ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനമാണ്. അപ്പം നമ്മുടെ ചെറുവള്ളങ്ങളൊന്നും പോകില്ല, ഒക്കെ കയറ്റി വെക്കും. അപ്പോൾ പിന്നെ അത്ര ദിവസങ്ങൾ നമ്മൾ പട്ടിണിയിലാണ്. കടലോര മേഖലയിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളെല്ലാം പട്ടിണിയിലാണ്. അപ്പം നമ്മൾക്ക് ബാങ്ക് ലോണ് അങ്ങനെ ഒരുപാട് കടമെടുത്ത ആൾക്കാർ പാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അടക്കാൻ പറ്റാത്തൊരവസ്ഥ. ബാങ്കിന് അതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നമുക്ക് ഈ കടലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മളെല്ലാം ചിന്തിച്ചിട്ട് കഴിയേണ്ടത്. അപ്പോൾ ആ അവസ്ഥയിൽ വരുമ്പോൾ സർക്കാർ നമ്മളോട് അതിൻ്റെ ആ ഒരു ഇത് കാണിക്കണം. ബാങ്കിലുള്ള അവസ്ഥയൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ഡ്യൂ ഡേറ്റ് തരണം. കുറച്ച് നീട്ടിയിട്ടുള്ള മാസം, 3 മാസമൊക്കെ നീട്ടിയിട്ടുള്ള തരണം എന്നുള്ളതാണ് അഭിപ്രായങ്ങൾ എല്ലാവരുടെയും. കൂടാതെ മറ്റു ചെലവുകൾക്ക് എന്തു ചെയ്യണമെന്ന ചോദ്യവും തൊഴിലാളികൾ ഉയർത്തുന്നു. ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത വള്ളങ്ങൾക്കും ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും മത്സ്യബന്ധനം നടത്തുന്നതിന് വിലക്കില്ല. മീൻപിടുത്ത ബോട്ടുകൾക്കും ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വലിയ വള്ളങ്ങൾക്കുമാണ് നിരോധനം. ജില്ലയിൽ 100-ലധികം മീൻപിടുത്ത ബോട്ടുകളും 45ഓളം ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങളും മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. മടക്കര, കസബ, മഞ്ചേശ്വരം തുടങ്ങിയ മീൻപിടുത്ത തുറമുഖങ്ങളും ഏതാനും മത്സ്യബന്ധന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നത്. 100 കണക്കിന് തൊഴിലാളികൾക്ക് പുറമെ ഈ മേഖലയിൽ 1000 കണക്കിന് അനുബന്ധ തൊഴിലാളികളും രംഗത്തുണ്ട്. 52 ദിന ട്രോളിംഗ് നിരോധന കാലയളവ് ഇത്രയും തൊഴിലാളികൾക്ക് വലിയ ദുരിതമായിരിക്കും നൽകുക. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സമ്മേളനം ജൂലൈയിൽ കാഞ്ഞങ്ങാട് ചാമുണ്ടിക്കുന്ന് വെച്ച് നടക്കും. സ്വാഗത സംഘ രൂപീകരണ യോഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സമ്മേളനം ജൂലൈ മാസത്തിൽ കാഞ്ഞങ്ങാട് ചാമുണ്ടിക്കുന്ന് വെച്ച് നടക്കും. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടീശ്വരി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CK നാരായണ പണിക്കർ, ജനാർദ്ദനൻ കുന്നരുവത്ത്, ചോയമ്പു ദാമോദര പണിക്കർ കാഞ്ഞങ്ങാട്, കൊട്ടൻകുഞ്ഞി അടൂട്ട് എന്നിവർ സംസാരിച്ചു. ഈ സമ്മേളനം ഏറ്റവും മികച്ച നിലയിൽ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കണം. കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ അതിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കാൻ സന്നദ്ധമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. പൂരക്കളി കലാകാരന്മാരുടെ അവർക്ക് സമൂഹത്തിൽ കിട്ടേണ്ട പൊതുവായിട്ടുള്ള അംഗീകാരങ്ങൾ, പുതിയ തലമുറയ്ക്ക് കിട്ടേണ്ട പ്രോത്സാഹനമായിട്ടുള്ള സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ, കളി പഠിപ്പിക്കുന്നതിന് കഴിവും ശേഷിയുമുള്ള പുതിയ തലമുറക്ക് ബജറ്റ് ജൂബിലി സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ, ക്ഷീണമനുഭവിക്കുന്ന രോഗാവസ്ഥയിലുള്ള കലാകാരന്മാർക്ക് ചികിത്സാ ധനസഹായിക്കുന്നത്, കർഷകർക്ക് തന്നെ ഈ പുരക്കളി കലാകാരന്മാരുടെ പെൻഷൻ എന്ന് പറയുന്നത് പ്രതിമാസം 4000 രൂപ കിട്ടുന്നതാണ്. വേറൊരു പെൻഷനും അത്രയും രൂപ കിട്ടുന്നതില്ല. വി. ഗോപാലകൃഷ്ണ പണിക്കർ സ്വാഗതവും വസന്തൻ കാട്ടുകുളങ്ങര നന്ദിയും പറഞ്ഞു. സമ്മേളന വിജയത്തിനുള്ള സ്വാഗത സംഘം ഭാരവാഹികളായി ഡോക്ടർ CK നാരായണ പണിക്കരെ ചെയർമാനായും, വി. ഗോപാലകൃഷ്ണ പണിക്കരെ ജനറൽ സെക്രട്ടറിയായും, TV ശ്രീധരൻ ചാമുണ്ടിക്കുന്നിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. വർക്കിംഗ് ചെയർമാൻമാരായി കൊട്ടൻകുഞ്ഞി അടൂട്ട്, ജനാർദ്ദനൻ കുന്നരുവത്ത് ചാമുണ്ടിക്കുന്ന് എന്നിവരെയും, വൈസ് ചെയർമാനായി കുഞ്ഞിക്കണ്ണൻ കയ്യൂർ, സന്തോഷ് പാലായി, അനീഷ് ദീപം എന്നിവരെയും, കൺവീനർമാരായി ശ്രീധരൻ ചാളക്കാട്, വസന്തകുമാർ കാട്ടുകുളങ്ങര, TK ദിനേശൻ ചാമുണ്ടിക്കുന്ന് എന്നിവരെയും, കോർഡിനേറ്ററായി N. കൃഷ്ണൻ വെള്ളൂരിനെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം, പ്രതിനിധി സമ്മേളനം എന്നിവയും നടക്കും. കാസർഗോഡ് രാസലഹരിയുമായി ഒരാൾ പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ ഉപ്പള മണിമുണ്ട സ്വദേശി മുഹമ്മദ് അർഷാദാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. രാത്രികാല പരിശോധനയ്ക്കിടെ സംശയാസ്പദമായ രീതിയിൽ കാണപ്പെട്ട ആളെ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് 3.53 ഗ്രാം MDMA കണ്ടെത്തിയത്. ഉപ്പള മണിമുണ്ട സ്വദേശി മുഹമ്മദ് അർഷാദാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്.
ബന്ദിയോട് സർവീസ് റോഡിനടുത്തായി തകർന്ന കെട്ടിടത്തിന് സമീപം നിൽക്കുകയായിരുന്ന ഇയാൾ പോലീസിനെ കണ്ട് പരുങ്ങുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് MDMA കണ്ടെടുത്തത്. മഞ്ചേശ്വരം ഹോസ്ദുർ പോലീസ് സ്റ്റേഷനുകളിൽ 5ഓളം ലഹരി അടിപിടി കേസുകളിലും കർണാടകയിലെ കേസുകളിലും പ്രതിയാണ് പിടിയിലായ അർഷാദ്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് DYSP സുനിൽകുമാർ CK, കുമ്പള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിനോദ് കുമാർ KP എന്നിവരുടെ മേൽനോട്ടത്തിൽ സബ് ഇൻസ്പെക്ടർ ഗണേശൻ KP, SCPO വിനോദ് കുമാർ, CPO സുധീഷ്, ഡാൻസ് ഓഫ് ടീം എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കുമ്പള. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. കുമ്പള ബന്ദിയോട് സ്വദേശി ജലീലാണ് പിടിയിലായത്. സ്ത്രീയെ ആക്രമിച്ച കേസിലും അടിപിടി കേസിലും പ്രതിയായ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചയാൾ കുമ്പള പോലീസിന്റെ പിടിയിൽ. കുമ്പള ബന്ദിയോട് സ്വദേശി ജലീലാണ് പിടിയിലായത്. ഇയാൾ ലഹരിക്കേസ് ഉൾപ്പെടെ മറ്റു കേസുകളിലും നിലവിൽ പ്രതിയാണ്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കുമ്പള ഇൻസ്പെക്ടർ വിനോദ് കുമാർ KP, പ്രൊബേഷണറി SI അനന്തകൃഷ്ണനും ചേർന്നാണ് ബന്ദിയോട് വെച്ച് പ്രതിയെ പിടികൂടിയത്. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ അതിസമർത്ഥമായാണ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കുമ്പള. 375 പ്രതിഭകൾക്ക് ആദരവ് നൽകി കാഞ്ഞങ്ങാട് നഗരസഭ. E. ചന്ദ്രശേഖരൻ MLA ഉപഹാരങ്ങൾ സമർപ്പണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം നഗരസഭയിലെ ഉജ്ജ്വല വിജയം നേടിയ 375 പ്രതിഭകൾക്ക് ആദരവ് നൽകി കാഞ്ഞങ്ങാട് നഗരസഭ. നഗരസഭാ പരിധിയിലെ കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ 144, +2 പരീക്ഷയിൽ A+ നേടിയ 54, SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ മുഴുവൻ സ്കൂളുകളെയും, LSS നേടിയ 56, USS നേടിയ 85 വിദ്യാർത്ഥികളെയും, ബിരുദാനന്തര പഠനത്തിൽ റാങ്ക് നേടിയവരെയും, കുടുംബശ്രീ അരങ്ങ്, സംസ്ഥാന കലോത്സവം, MMS വിജയികളെയുമാണ് ആദരിച്ചത്. മണ്ഡലം MLA E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്ത് ഉപഹാരങ്ങൾ നൽകി. തീർച്ചയായിട്ടും വിദ്യാലയങ്ങളെയും അതിനെ നയിക്കുന്ന അധ്യാപക രക്ഷാകർത്താക്കൾ ഉൾപ്പെടെ അവിടെ മികക്കാരും മികവുമായി ഇവിടെ പഠിച്ച് പാലിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ ദീർഘമായി പറയുന്നു. ഈ വിജയങ്ങളെല്ലാം നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക്, ജീവിത വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. വിദ്യാഭ്യാസത്തിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾ സമൂഹത്തിന്റെ ദിശനേരായ രീതിയിലേക്ക് എത്തിക്കുന്നതിന് മുന്നിട്ടിറങ്ങണമെന്നും പ്രലോഭനങ്ങളിൽ പെടാതെ ശരിയായ രീതിയിൽ മുന്നേറാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, സ്ഥിരം സമിതി അധ്യക്ഷരായ K. ലത, P. അഹമ്മദ് അലി, KV സരസ്വതി, K. അനീഷൻ, നഗരസഭാ കൗൺസിലർമാരായ വന്ദന ബൽരാജ്, KK ജാഫർ, N. അശോക് കുമാർ, KK ബാബു, KV മായാകുമാരി എന്നിവർ ആശംസ നേർന്നു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ K. പ്രഭാവതി സ്വാഗതവും നിർവഹണ ഉദ്യോഗസ്ഥൻ ഡോക്ടർ AV സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെളിക്കോട് പുത്തിലോട്ട് ആൾമറയില്ലാത്ത കിണറിൽ കുതിര വീണു. തൃക്കരിപ്പൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് ഒടുവിൽ കുതിരയെ വടം കെട്ടി പുറത്തെത്തിച്ചു. പുത്തിലോട്ടെ K. വിജയന്റെ ഉടമസ്ഥതയിലുള്ള 3 വയസ്സുള്ള കുതിരയാണ് 15 കോൽ താഴ്ചയുള്ള കിണറിൽ വീണത്. പുത്തിലോട്ട് കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തെ വിജയന്റെ അയൽവാസി ഭാസ്കരൻ എബ്രാന്റെ ആൾമറയില്ലാ കിണറിലാണ് കുതിര കാൽ തെറ്റി ആഴത്തിൽ പതിച്ചത്. കിണറിൽ വെള്ളമില്ലാതിരുന്നത് കുതിരയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ കാരണമായി. പ്രദർശനങ്ങൾക്കും മറ്റും ഉപയോഗിക്കാറുള്ള 2 കുതിരകളാണ് വിജയന്റെ ഉടമസ്ഥതയിലുള്ളത്. അതിൽ 3 വയസ്സുള്ള ഒരു കുതിരയെ കാണാതായിരുന്നു. അന്വേഷണത്തിനിടയിലാണ് ആൾമറയില്ലാത്ത കിണറിൽ കുതിരയെ കണ്ടെത്തിയത്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളും പുത്തിലോട്ടെ നാട്ടുകാരും ചേർന്ന് സേനയുടെ കയറും ബെൽറ്റും ഉപയോഗിച്ച് കുതിരയെ കയറ്റി കരക്കെത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ലോക സമുദ്ര ദിനത്തിൽ NCC കേഡറ്റുകൾ കടൽ തീരം ശുചീകരിച്ചു. പട്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി മരക്കാപ്പ് കടപ്പുറം മുതൽ തൈക്കടപ്പുറം വരെ 3 കിലോമീറ്റർ ദൂരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കടൽ തീരം ശുചീകരിച്ചത്. NCC 32 കേരള ബറ്റാലിയൻ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി മരക്കാപ്പ് കടപ്പുറം മുതൽ തൈക്കടപ്പുറം വരെ 3 കിലോമീറ്റർ ദൂരത്തിൽ കേഡറ്റുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കടൽ തീരം ശുചീകരിച്ചു.
ബോധവൽക്കരണ ക്ലാസും നടത്തി. NCC രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചു വരുന്ന പുനീത് സാഗർ അഭിയാന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൗൺസിലർ KK ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമുദ്രദിനമായ 8-ാം തീയതി ജൂൺ 8-ന് സമുദ്രദിനം ആഘോഷിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് പടന്നക്കാട് നെഹ്റു കോളേജ് NCC ഗ്രൂപ്പ് തീരദേശം കടലുമായി ബന്ധപ്പെട്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ 30-ാം വാർഡ് മരക്കാപ്പ് കടപ്പുറം കടൽ തീരം ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായി നന്ദകുമാർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള NCC ടീം വളരെ നല്ല രീതിയിൽ തീരദേശം കടൽ തീരം ഭംഗിയായി ക്ലീൻ ചെയ്യുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് നഗരസഭയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറത്ത് അധ്യക്ഷത വഹിച്ചു. അണ്ടർ ഓഫീസർ സാനിയ വിൽസൺ സ്വാഗതവും K. ആദിത്യൻ നന്ദിയും പറഞ്ഞു. അശ്വന്ത് കുമാർ, VV അശ്വിൻ കൃഷ്ണൻ, ധനുശ്രീ മോഹൻ, നന്ദന രാജൻ, P. അനക എന്നിവർ നേതൃത്വം നൽകി. 40 കേഡറ്റുകൾ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. ആവാസ വ്യവസ്ഥയെ ഹാനികരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടൽത്തീരത്ത് നിക്ഷേപിക്കുന്നതിനെതിരെ ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിനാണ് NCCയുടെ ആഭിമുഖ്യത്തിൽ പുനീത് സാഗർ അഭിയാൻ സംഘടിപ്പിക്കുന്നത്. 2 മണിക്കൂർ കൊണ്ട് 3 കിൻഡൽ പ്ലാസ്റ്റിക് മാലിന്യമാണ് കടൽത്തീരത്ത് നിന്ന് കേഡറ്റുകൾ ശേഖരിച്ചത്. വിനോദസഞ്ചാരികൾ കടൽത്തീരത്ത് നിക്ഷേപിക്കുന്നവയും നഗരങ്ങളിൽ നിന്ന് പുഴകളിലൂടെ ഒഴുകി കടലിലെത്തി തീരത്തടിഞ്ഞതുമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉപേക്ഷിച്ച മീൻപിടുത്ത വലകളുമാണ് കേഡറ്റുകൾ ശ്രമദാനത്തിലൂടെ തീരത്ത് നിന്ന് മാറ്റിയത്. മത്സ്യങ്ങളുടെയും കടലാമകൾ ഉൾപ്പെടെയുള്ള കടലിലെ മറ്റു ജീവജാലങ്ങളുടെയും നാശത്തിനു കാരണമാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിലൂടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനും സമുദ്രങ്ങൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കേണ്ടത് അത്യാവശ്യമാണെന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമാണ് പരിപാടിയിലൂടെ NCC ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണവും 2ാം ഘട്ട പരിശീലനവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 വർഷവും വലിയപറമ്പ് പഞ്ചായത്ത് നടത്തിയ സുനാമി റെഡി പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള മോക്ക് ഡ്രിൽ മാതൃകയായിരുന്നു. പൊതുവിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കും മുഖ്യ പരിഗണന നൽകുന്ന ഭരണസമിതിയുടെ തലവന് ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് ജനകീയ നേതൃത്വം കൊടുക്കുന്ന ലോക്കൽ അധ്യക്ഷന്മാർക്കുള്ള ലോക്കൽ ലീഡർ ചാമ്പ്യൻ പുരസ്കാരവും ലഭിച്ചിരുന്നു. വലിയപറമ്പ് ALP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണവും സേനാംഗങ്ങൾക്കുള്ള 2ാം ഘട്ട പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ നിർവഹിച്ചു. നിവാരണ സേനാംഗങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും ഏറ്റവും വീതി കുറഞ്ഞതുമായിട്ടുള്ള തീരദേശ പഞ്ചായത്തായ നമ്മുടെ വലിയപറമ്പ് പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് കവായി കായലും അതിനിടുന്ന പ്രദേശം എന്ന രീതിയിൽ ഓരോ വർഷകാലത്തും മൺസൂൺ കാലത്തും നമ്മെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ മറ്റ് ജില്ലകളിലെ അല്ലെങ്കിൽ മറ്റു പഞ്ചായത്തുകളിലുള്ളതുപോലെ അതിഭീകരമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ പഞ്ചായത്ത് ഇതിനു മുമ്പേ അങ്ങനെ എത്തിയിട്ടുമില്ല. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഖാദർ പാണ്ഡ്യാല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P. ശ്യാമള, പഞ്ചായത്ത് അംഗങ്ങളായ M. അബ്ദുൾ സലാം, V. മധു, MT. ബുഷറ, സെക്രട്ടറി V. ജയകുമാർ എന്നിവർ സംസാരിച്ചു. ദുരന്തമുഖത്ത് പ്രാഥമിക ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശീലന ക്ലാസ് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ സേനാ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരനും അടിയന്തര പ്രഥമ ശുശ്രൂഷ ക്ലാസ് കയ്യൂർ ചീമേനി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ M. രാജീവനും നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വായനാ വെളിച്ചത്തിന്റെ സമാപനവും വിജയോത്സവവും സംഘടിപ്പിച്ചു. രാവണീശ്വരം C. അച്യുതമേനോൻ ഗ്രന്ഥാലയം ആൻഡ് വായനാശാലയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. രാവണീശ്വരം C. അച്യുതമേനോൻ ഗ്രന്ഥാലയം ആൻഡ് വായനാശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ വെളിച്ചം പരിപാടിയുടെ സമാപനവും വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. PV ജനാർദ്ദനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥാലയത്തിലെ മുതിർന്ന വായനക്കാരായ നാരായണിയമ്മ, ജാനകിയമ്മ എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തിയായിരുന്നു ഉദ്ഘാടനം. അനുമോദനവും ഉപഹാര വിതരണവും AKSTU സംസ്ഥാന സെക്രട്ടറി K. പത്മനാഭൻ മാസ്റ്റർ നിർവഹിച്ചു. സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ അഭിമാനം തോന്നുകയാണ്.
ചിലപ്പോൾ 40-ഉം 50-ഉം വയസ്സ് കഴിയുമ്പോൾ തന്നെ എല്ലാവരും പ്രായം ബാധിക്കാൻ തുടങ്ങും. ശരീരത്തിന് പ്രായം ബാധിക്കും, മനസ്സിന് പ്രായം ബാധിക്കും. 2 തരം പ്രായമുണ്ട്. ഒന്ന് ഫിസിക്കൽ ഏജ് ഉണ്ട്, മറ്റൊന്ന് മെന്റൽ ഏജ് ഉണ്ട്. നമുക്കൊക്കെ ചിലപ്പോൾ എന്താണ്, എന്റെ വയസ്സ് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. പക്ഷെ എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഇയാൾക്ക് ഇത്രയും പ്രായമായോന്ന്, ഇയാൾക്ക് ഇത്രയും പ്രായമായോന്നു. ഞാൻ എന്നെ സൂചിപ്പിക്കുന്നതല്ല, മറിച്ചതാണ് മനുഷ്യന്റെ അവസ്ഥ. ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം TA അജയ്കുമാർ, ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, സെൻട്രൽ യൂത്ത് ക്ലബ്ബ് പ്രസിഡന്റ് C വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. അനുമോദനം ഏറ്റുവാങ്ങിയ കുട്ടികളായ നന്ദന നാരായണൻ, ഭവ്യ മോഹൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. അനുമോദന ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ BA ഹിസ്റ്ററിയിൽ 1ാം റാങ്ക് നേടിയ ബാലവേദി അംഗം കുമാരി നന്ദന നാരായണൻ, രവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 സയൻസിന് മുഴുവൻ മാർക്ക് വാങ്ങി വിജയിച്ച കുമാരി ദേവിക, ഗ്രന്ഥാലയം പരിധിയിൽ നിന്ന് SSLC ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾ, +2 ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾ, LSS, USS, NMMS വിജയിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു. ഗ്രന്ഥാലയം പ്രസിഡന്റ് KV കാമരാജൻ സ്വാഗതവും ഗ്രന്ഥാലയം സെക്രട്ടറി P ബാബു ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കയിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവായിരുന്ന M കുഞ്ഞിരാമ പൊതുവാളിന്റെ ചരമദിനാചരണവും അനുസ്മരണവും നടന്നു. CMPയും കേരള കർഷക ഫെഡറേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മടിക്കയിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവായിരുന്ന M കുഞ്ഞിരാമ പൊതുവാളിന്റെ ചരമദിനം CMPയും കേരള കർഷക ഫെഡറേഷനും സംയുക്തമായി ആചരിച്ചു. കാഞ്ഞങ്ങാട് അർബൻ സൊസൈറ്റി ഹാളിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയ്ക്കു ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം CMP സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏത് വലിയവന്റെ മുന്നിലും അതിനുണ്ടല്ലോ, ഏതപ്പനായാലും പറയാനുള്ള കാര്യങ്ങൾ, തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും മുഖത്ത് നോക്കി തന്നെ ശക്തമായി അത് പറയുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്, ശൈലി. അത് പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ടാവും പാർട്ടിക്കാർ. CPIക്കകത്തുള്ളപ്പോഴും CPMനകത്തുള്ളപ്പോഴും അത് പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ടാവും. കേരള കർഷക ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് N അപ്പു അധ്യക്ഷത വഹിച്ചു. CMP സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ V കമ്മാരൻ മുഖ്യപ്രഭാഷണം നടത്തി. CMP ജില്ലാ സെക്രട്ടറി CV തമ്പാൻ, ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV ഉമേശൻ, KMF സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT കമലാക്ഷി, PK രഘുനാഥ്, C ബാലൻ, KV സാവിത്രി, P കമലാക്ഷ, താണത്തിങ്കാൽ കൃഷ്ണൻ, നിവേദ് രവി എന്നിവർ സംസാരിച്ചു. കേരള കർഷക ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി EV ദാമോദരൻ സ്വാഗതവും മുട്ടത്തുരാജൻ നന്ദിയും പറഞ്ഞു. കുഞ്ഞിരാമ പൊതുവാളിന്റെ മക്കളും കുടുംബാംഗങ്ങളും മറ്റുള്ളവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും ഉപഹാര സമർപ്പണവും നടന്നു. GHSS രാംനഗർ 1993 SSLC ബാച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. GHSS രാംനഗർ 1993 SSLC ബാച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് C രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കണക്കിന് നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. എന്നുവെച്ചാൽ ആ ഒരു സമയത്ത് നിങ്ങളൊക്കെ ഒന്നിച്ച് പഠിച്ചുകൊണ്ട് ഇന്നും നിങ്ങൾ പരസ്പരം ഓർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടേതായ കുട്ടികളെ അനുമോദിക്കാനും വർഷം തോറും ഞാൻ തന്നെ 1-2 പരിപാടിയിലൂടെ പങ്കെടുത്തു. അത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. പക്ഷെ എനിക്കൊന്ന് സൂചിപ്പിക്കാൻ, ഇന്നത്തെ തലമുറ, അന്ന് നിങ്ങളൊക്കെ സ്കൂളിൽ ആ കാലഘട്ടം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ സ്കൂളിന് വേണ്ടി അന്ന് നിങ്ങളൊക്കെ സാമ്പത്തികമൊക്കെ സ്വരൂപ് കൂട്ടിക്കൊണ്ട് നമ്മുടെ സ്കൂളിന് വേണ്ടുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വാർഡ് മെമ്പർ ശ്രീദേവി ഉപഹാര സമർപ്പണം നടത്തി. അജിത് കുമാർ C അധ്യക്ഷത വഹിച്ചു. KV ബാബു സ്വാഗതവും സുരേന്ദ്രൻ VM നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൗങ്കാൽ. ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഗീതാ സമർപ്പണ ചടങ്ങ് സമാപനമായി. 2022 ഒക്ടോബർ 6 ആരംഭിച്ച ഗീതാ പഠന ക്ലാസ്സായ ഗീതാമൃതത്തിന്റെ സമർപ്പണ ചടങ്ങ് അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി അമൃതകൃപനന്ദ പുരി സ്വാമികൾ നിർവഹിച്ചു.
2022 ഒക്ടോബർ 6-ാം തീയതി കുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് സംപൂജ്യ ശ്രീമദ് പൂമാനന്ദപുരി സ്വാമികളുടെ കാർമ്മികത്വത്തിൽ സമാരംഭിച്ച ഗീതാ പഠന ക്ലാസ് ഗീതാമൃതം പൂർത്തീകരിച്ച പഠിതാക്കളുടെ ഗീതാസമർപ്പണം തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. ഗീതാസമർപ്പണ ചടങ്ങിൽ ഭാഗവതാചാര്യൻ ഗുരുനാരായണമൂർത്തിയുടെ അധ്യക്ഷതയിൽ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി അമൃത കൃപാനന്ദപുരി സ്വാമികൾ ദീപപ്രോജ്വലനം നടത്തി അനുഗ്രഹ ഭാഷണത്തോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ചു. ഓൺലൈനിൽ ഗീതാപാരായണ നടത്തുകയാണ് നിങ്ങളെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അതോടൊപ്പം ഗീതയെക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള ക്ലാസ്സുകളുണ്ടായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും ഇത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. ഭഗവത്ഗീത ഇന്ന് ലോകമെമ്പാടും തന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ ആ ഒരു മൂല്യം ലോക സമൂഹം മനസ്സിലാക്കി വരുന്ന ഒരു കാലഘട്ടമാണെന്ന് അത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറയുകയുണ്ടായി, ഒരു സോഷ്യൽ മീഡിയയിൽ ഗീതാപാരായണം കണ്ടതിന് ശേഷമാണ് ഇങ്ങനെയൊരു ചിന്ത ഉണ്ടായതെന്നുള്ളത്. ആർഷഭാരത സംസ്കാരത്തിന്റെ മഹിമയ്ക്ക് കാരണമായ ഭാരതീയ ഋഷിപരമ്പരയുടെ മഹത്തായ തത്വദർശനങ്ങൾ പ്രത്യേകമൊരു ജനസമൂഹത്തിനു വേണ്ടി മാത്രമായി നൽകപ്പെട്ടതല്ലെന്ന് അമൃത കൃപാനന്ദപുരി സ്വാമികൾ പറഞ്ഞു. മനുഷ്യന്റെ സമഗ്രമായ വ്യക്തിത്വ വികസനത്തിനും ജീവിത വിജയത്തിനും ഉതകുന്ന മാർഗദർശനങ്ങൾ ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ കഴിയുമെന്നും അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള കലാലയങ്ങളിൽ ഭഗവത്ഗീത പാഠ്യവിഷയമായി തീർന്നിരിക്കുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. റിനി വിമൽ സ്വാഗതം പറഞ്ഞു. ഗീതാമൃതം രക്ഷാധികാരി KP കേശവൻ മാസ്റ്റർ, തൃച്ചംബരം ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ചെയർമാൻ P ഗംഗാധരൻ, KK അശോകൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഗീതാമൃതം പഠന ഗ്രൂപ്പിനു വേണ്ടി ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച റിനി വിമലിനെയും രക്ഷാധികാരിയായ KP കേശവൻ മാസ്റ്ററെയും ആദരിച്ചു. ഗീതാമൃതത്തിന്റെ തുടക്കം മുതൽ ഗ്രൂപ്പിന്റെ വിജയത്തിൽ ഒപ്പം നിന്ന ഫോട്ടോഗ്രാഫർ സുകുമാരൻ ആശീർവാദിനെയും വേദിയിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലൈവ് കാഞ്ഞങ്ങാട് വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷിറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലൈവ് ആനുവൽ ഡേ പരിപാടിയിൽ ലൈവ് ഓഫീസർ ആബിദാറങ്ങടിയുടെ അധ്യക്ഷതയിൽ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷിറ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എന്താണ് മലപ്പുറത്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ മലപ്പുറത്ത് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ശരിക്കും എന്താണ് മലപ്പുറത്ത് ചെയ്യുന്നത്? മലപ്പുറത്ത് എന്തോരം മാജിക്കാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കുട്ടികളൊക്കെ എന്ത് നന്നായി പഠിക്കുന്നു, പഠിക്കുന്ന കുട്ടികളൊക്കെ എന്ത് നന്നായി റിസൾട്ട് ഉണ്ടാക്കുന്നു. പുറത്ത് എവിടെ ചെന്നാലും മലപ്പുറത്തെ കുട്ടികളെ കാണാൻ പറ്റുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കാണാൻ പറ്റുന്നു. നിങ്ങൾ എന്ത് മാജിക്കാണ് മലപ്പുറത്ത് ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിച്ചു. എന്നിട്ട് കൂട്ടിച്ചേർത്തു, ഞാൻ കാസർഗോഡ് നിന്ന്, അല്ലെങ്കിൽ എൻ്റെ സ്വദേശം കാസർഗോഡാണ്, എൻ്റെ വേരുകളുള്ളത് കാസർഗോഡാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് മറ്റൊരിടത്താണ് താമസം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാണ്ട് ഉള്ളിൽ വരിക കാസർഗോഡ് എന്നുള്ളൊരു ഉത്തരവാണ്. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ PMA ഗഫൂർ മുഖ്യ പ്രഭാഷണം നടത്തി. ലൈവ് ഓഫീസർമാരായ ജാഫർ മാസ്റ്റർ ചായോത്ത് പ്രൊജക്ട് അവതരണവും ജാഫർ മാസ്റ്റർ ബല്ലാക്കടപ്പുറം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത, ജനറൽ സെക്രട്ടറി KK ബദറുദ്ദീൻ, മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗം A ഹമീദ് ഹാജി, ലൈവ് ഓഫീസർ ആയിഷ ഫർസാന എന്നിവർ സംസാരിച്ചു. കുവൈത്ത് KMCC കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകം ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി ബദരിയ നഗർ ലൈവ് കമ്മിറ്റിക്ക് കൈമാറി. വിശിഷ്ട വ്യക്തികൾക്കുള്ള ഉപഹാരം ലൈവ് ഓഫീസർമാരായ ഇജാസ് PV, റംഷി തോയമൽ എന്നിവർ നൽകി. മുസ്തഫ തായന്നൂർ, K മുഹമ്മദ് കുഞ്ഞി, ഷംസുദ്ദീൻ കല്ലൂരാവി, KK സുബൈർ, SEL ലത്തീഫ്, C മുഹമ്മദ് കുഞ്ഞി, CH അഹമ്മദ് കുഞ്ഞി ഹാജി, നദീർ കുത്തിക്കാൽ, ജബ്ബാർ ചിത്താരി, കരീം ഇസ്ലാം, കാസിം കുശാൽ നഗർ, ജാഫർ മൂവാരിക്കുണ്ട, TK സുമയ്യ, ഖദീജ ഹമീദ്, CH സുബൈദ എന്നിവർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം നൽകി. തുടർന്ന് നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ലൈവ് ഓഫീസർ സാദിഖുൽ അമീർ സ്വാഗതവും ഇക്ബാൽ വെള്ളിക്കോത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാർക്ക് ആശുപത്രികളിൽ തൊഴിലെടുക്കുവാനുള്ള അവകാശം നിഷേധിച്ച കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാർക്ക് ആശുപത്രികളിൽ തൊഴിലെടുക്കുവാനുള്ള അവകാശം നിഷേധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെ KMSRAയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ സയൻസസ്
കമ്പനിയിൽ നിന്ന് നേരിട്ട് തന്നെ ആളുകളെ നിശ്ചയിച്ച് ആ മരുന്നുകൾ ഞങ്ങൾ വാങ്ങിച്ചോളാം, ഗവൺമെന്റിന്റെ അതിന് മെഡിക്കൽ ഷോപ്പുകളിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ കൊടുത്തുകൊള്ളാം എന്ന നിലയിലുള്ള പുതിയ തീരുമാനമാണ് വന്നത്. സ്വാഭാവികമായും നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭരണം നടത്തുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഭരണം. ഏത് ആധുനികമായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകളും വരുന്നതും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണത്. CITU ഏരിയ സെക്രട്ടറി കാറ്റാടി കമാരൻ, KMSRA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CS ജയൻ, സോണൽ പ്രസിഡന്റ് P മനോജ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാബു മീത്തൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KA ഷിബു സ്വാഗതവും P രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ ശതാബ്ദി ആഘോഷത്തിന് സമാപനം. ആഘോഷ പരിപാടികൾ നാടിന് ഉത്സവമായി. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ ശതാബ്ദി ആഘോഷത്തിന് സമാപനം. ഒരു വർഷക്കാലം നീണ്ടുനിന്ന പരിപാടികൾക്കാണ് ഞായറാഴ്ച സമാപനമായത്. ഒരു വർഷത്തിനുള്ളിൽ സ്കൂളിന്റെ അക്കാദമികവും ഭൗതികവുമായ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ഒട്ടേറെ പരിപാടികൾ നടന്നിരുന്നു. സ്കൂളിന് 14 സ്മാർട്ട് ക്ലാസ് മുറികളും സയൻസ് ലാബും ശതാബ്ദി വർഷത്തിൽ ഒരുക്കിയിരുന്നു. സമാപന സമ്മേളനം K രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. നൈസർഗികമായ സർഗാത്മകമായ ഒരുപാട് വാസനകൾ, ആ വാസനകളെ കണ്ടുപിടിച്ച് അത് പരിപോഷിപ്പിക്കണം. അത് കലാവാസനകൾ മാത്രമല്ല, കായിക വാസനയുണ്ട്. അതുകൊണ്ടാണ് 1896 ഏതൻസിൽ ആരംഭിച്ച ഒളിമ്പിക്സ് അതേപടി സ്കൂളുകളിൽ ആരംഭിക്കാൻ തീരുമാനമെടുക്കുകയും ആ ഒളിമ്പിക്സിന്റെ മോഡൽ തന്നെ ഇന്ന് സ്കൂളുകളിൽ കായിക പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. ചടങ്ങിൽ മാതൃകാപരമായ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകൻ MV രവീന്ദ്രൻ മാസ്റ്ററെ K രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആദരിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ PR ശ്രീയുക്തിയെയും അനുമോദിച്ചു. LSS USS പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉപഹാരം നൽകി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ കരിച്ചേരി, പഞ്ചായത്ത് അംഗം MV നാരായണൻ P, പ്രീതി, കവി ദിവാകരൻ വിഷ്ണുമംഗലം, ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂർ, മുൻ പ്രഥമാധ്യാപകൻ VV പ്രഭാകരൻ, A കൃഷ്ണൻ, P പരമേശ്വരൻ, കതീഷ് തടത്തിൽ, P ബാലകൃഷ്ണൻ, K നിഷ, MV രവീന്ദ്രൻ, PV ശൈലജ എന്നിവർ സംസാരിച്ചു. പ്രഥമാധ്യാപകൻ ജനാർദ്ദനൻ സ്വാഗതവും വികസന സമിതി ചെയർമാൻ A ഷാജി നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാസമിതികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ. ദി ഗ്രാൻഡ് മിനാർ ഗോൾഡൻ ഡയമണ്ട് ഉദ്ഘാടനം 18-ന് നടക്കും. മാർക്കറ്റിംഗ് വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് CK ആസിഫ് നിർവഹിച്ചു. 30 വർഷത്തിന്റെ പാരമ്പര്യ തികവിൽ കാഞ്ഞങ്ങാടിന്റെ സ്വർണ്ണാഭരണ വിസ്മയമായ മിനാർ ഗോൾഡ് പരിഷ്കരിച്ച് ദി ഗ്രാൻഡ് മിനാർ ഗോൾഡൻ ഡയമണ്ട് എന്ന പേരിൽ ഈ മാസം 18-ന് ബിസിനസ് രംഗത്തെ പ്രമുഖർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. മാർക്കറ്റിംഗ് വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് CK ആസിഫ് നിർവഹിച്ചു. പ്രിയമുള്ളവരെ, കാഞ്ഞങ്ങാട് വർഷങ്ങളായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജ്വല്ലറി സ്ഥാപനമാണ് മിനാർ ഗോൾഡ് എന്ന് പറയുന്നത്. അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന കാഞ്ഞങ്ങാട് പട്ടണത്തിൽ പുതിയ പ്രൗഢിയോടുകൂടി, പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ ന്യൂ ജനറേഷൻ രീതിയിലുള്ള ഒരു സ്ഥാപനമാണ് വരുന്ന 18-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഗ്രാൻഡ് മിനാർ എന്ന പേരിലാണ് പുതിയ ജ്വല്ലറി അറിയപ്പെടുന്നത്. ഇതുവരെ കാഞ്ഞങ്ങാട്ടെ ജനങ്ങൾ, കാസർഗോഡ് ജില്ലയിലെ ഉപഭോക്താക്കൾ കാണിച്ച സഹായവും സഹകരണവും മേലിലും ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായിട്ട് ഒരു വ്യാപാരി പ്രസിഡന്റ് എന്ന നിലക്ക് ഉപഭോക്താക്കളോട് അറിയിക്കുകയാണ്. ദി ഗ്രാൻഡ് മിനാർ ഗോൾഡ് ചെയർമാൻ NK ഹമീദ് അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് സെക്രട്ടറി ഐശ്വര്യ കുമാരൻ, ട്രഷറർ ആസിഫ് മെട്രോ, ജോയിന്റ് സെക്രട്ടറിമാരായ മഹേഷ്, ഫൈസൽ സൂപ്പ്, ദി ഗ്രാൻഡ് മിനാർ ഗോൾഡ് മാർക്കറ്റിംഗ് ഹെഡ് KO ബാബു മരുതൻകര, ഷോറൂം മാനേജർ KV രാജേഷ്, മാർക്കറ്റിംഗ് മാനേജർമാരായ സിദ്ദീഖ്, നാസർ എന്നിവർ സംബന്ധിച്ചു. പ്രവർത്തിച്ചു വന്ന് വ്യക്തിമുദ്ര പതിപ്പിച്ച മിനാർ ഗോൾഡ് എന്ന സ്ഥാപനം കാഞ്ഞങ്ങാടിൻ്റെ മാറ്റത്തിനൊപ്പം
നവീകരിച്ച് ഇൻ്റർനാഷണൽ സെലക്ഷനോടുകൂടി ഈ വരുന്ന ജൂൺ 18-ാം തീയതി 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടനാഘോഷങ്ങളുടെ ഭാഗമായി വൻ ഓഫറുകൾ ഷോറൂം നൽകുന്നുണ്ട്. ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 10 പേർക്ക് 10,000 രൂപ വീതം സമ്മാനമായി നൽകും. ഉദ്ഘാടന ദിവസം മുതൽ ജൂലൈ 18 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സ്റ്റോണിനും വിലയിൽ 20% ഡിസ്കൗണ്ടും നൽകും. കാലത്തിനൊത്ത പ്രീമിയം ജ്വല്ലറി മോഡലുകൾ, മനസ്സിനിണങ്ങുന്ന സ്പെഷ്യൽ ഡിസൈനർ ആഭരണങ്ങൾ തുടങ്ങി ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് കാഞ്ഞങ്ങാടിന് ലഭിക്കുമെന്ന് ചെയർമാൻ NK ഹമീദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് വൻ പാൻ മസാല വേട്ട. ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 5337 പാക്കറ്റ് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിൽ. കാസർഗോഡ് ചെട്ടുംകുഴി സ്വദേശി എ മുഹമ്മദ് നസീറിനെയാണ് ഹോസ്ദുർഗ് പോലീസ് പിടികൂടിയത്. മംഗളൂരുവിലെ മുൻ ബജ്രംഗ് ദൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകം അന്വേഷണം NIAക്ക് കൈമാറി. സംഭവത്തിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണമുയർന്നതിനിടെയാണ് അന്വേഷണം NIAക്ക് കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയത്. മെയ് 1-നാണ് മംഗളൂരുവിലെ ബജ്പേയിൽ വെച്ച് ഒരു സംഘം സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധന കാലയളവ്. മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുന്നതെങ്കിലും ഉപജീവന മാർഗമില്ലാത്തതിനാൽ ഈ ദിവസങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സമ്മേളനം ജൂലൈയിൽ കാഞ്ഞങ്ങാട് ചാമുണ്ടിക്കുന്ന് വെച്ച് നടക്കും. സ്വാഗത സംഘം രൂപീകരണ യോഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് രാസലഹരിയുമായി ഒരാൾ പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ ഉപ്പള മണിമുണ്ട സ്വദേശി മുഹമ്മദ് അർഷാദാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. കാസർഗോഡ് പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. കുമ്പള ബന്ദിയോട് സ്വദേശി ജലീലാണ് പിടിയിലായത്. 375 പ്രതിഭകൾക്ക് ആദരവ് നൽകി കാഞ്ഞങ്ങാട് നഗരസഭ. ഇ ചന്ദ്രശേഖരൻ MLA ഉപഹാരങ്ങൾ സമർപ്പണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. പെളിക്കോട് പുത്തിലോട്ട് ആൾമറയില്ലാത്ത കിണറിൽ കുതിര വീണു. തൃക്കരിപ്പൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് ഒടുവിൽ കുതിരയെ വടം കെട്ടി പുറത്തെത്തിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.